ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ബാർ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഉൾപ്പെടുത്തുന്നത്. അന്നേരം ബാർ സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം. അതിൻ്റെ ഒരു കിറ്റിനകത്ത് വരുന്ന സാധനമാണ് കണ്ടോ, ഇതുപോലെ ഒരു കിറ്റാണ് നമുക്ക് കിട്ടുന്നത്. അന്നേരം അതിൻ്റെ 3 കിറ്റാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്കന്നേരം വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ 3 ലിറ്റർ വെള്ളമാണ് ഇതിൽ വേണ്ടുന്നത്. ഒരു കവറിന് നമുക്ക് 1 ലിറ്റർ വെള്ളമാണ് വേണ്ടുന്നത്. നമുക്ക് ആദ്യമേ വെള്ളം ഒഴിക്കാം. അങ്ങനെ 3 ലിറ്റർ വെള്ളം നമുക്ക് വേണം. വെള്ളം എടുക്കുമ്പം അളന്ന് തന്നെ ഒഴിക്കണം. മൂന്നാമത്തെ കുപ്പി വെള്ളമാണ് ഒഴിക്കുന്നത്. എൻ്റെ 3 കവറിൽ നിന്നും നമുക്ക് കാസ്റ്റിക് സോഡ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. എൻ്റെ 3 നമുക്കിടാം. ഇനി നമുക്ക് ഈ 3 കവറിൻ്റെ പാക്കറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ കാസ്റ്റിക് സോഡ, അത് ഒരു 2 മണിക്കൂർ 2-2.5 മണിക്കൂർ എടുക്കുമായിരിക്കും ഇത് തണുത്ത് വരാൻ. ഇത് എപ്പോഴാണോ നമുക്ക് തണുത്ത് കിട്ടുന്നത് അന്നേരം ബാക്കി കാര്യങ്ങൾ ചെയ്തിനി തണുപ്പിക്കാൻ വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്ത് ഇത് ചെയ്യുമ്പോൾ ഇച്ചിരി ഉയർത്തി വെക്കുകയോ അല്ലെങ്കിൽ അവർ തൊടാത്ത രീതിയിൽ വേണം കാസ്റ്റിക് സോഡ കലക്കാൻ വെക്കേണ്ടത്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം, ഇപ്പം ഇതിൽ തൊടാൻ ഒക്കത്തില്ല, അത്രയ്ക്ക് ചൂടാണ്. ഇനി ഇത് തണുക്കട്ടെ. കാസ്റ്റിക് സോഡ നല്ല തണുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാം ഓയിൽ ഒഴിക്കാം. ഒരു കിറ്റിന് 1.5 ലിറ്റർ പാം ഓയിൽ കണക്കാക്കിയിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. അതാണ്ട് പാം ഓയിൽ ഒഴിക്കുകയാണ്. ഞാൻ കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ടാണ് ഒഴിക്കുന്നത്. കണ്ടോ, ഒരു പാം ഓയിൽ ഒഴിച്ച് ഒഴിക്കുമ്പോൾ അതാണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കും. ഇപ്പം നമുക്ക് 2 ലിറ്റർ ആയിട്ടുണ്ട്. അടുത്ത പാമ്പൽ ഒഴിക്കുകയാണ് 3 ലിറ്റർ. വേണ്ടേ, നമ്മൾ 4 ലിറ്റർ ആയേ. ഇപ്പം ഒന്ന് ഇളക്കി കൊടുക്കാം. വേണ്ട, നമുക്ക് 1 ലിറ്ററും കൂടെ വേണം. അല്ല, നമുക്ക് നിർത്താതെ നമുക്കിത് കുറുകുന്ന സമയം വരെ ഒന്ന് ഇളക്കാനുണ്ട്. അത് നമ്മുടെ പാം ഓയിലും നമ്മൾ വെള്ളത്തിലിട്ടിരുന്ന കാസ്റ്റിക് സോഡ തണുത്തതിന് ശേഷം അതിനകത്താണ് നമ്മൾ പാം ഓയിൽ ഒഴിച്ചേക്കുന്നത്. അന്നേരം നമ്മൾ ഇടതലമില്ലാതെ കണ്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. അത് ഇങ്ങനെ നമ്മൾ ഇളക്കുന്നത് ഇങ്ങനെ ഇളക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെ മുമ്പോട്ട് തന്നെ ഇളക്കണം. അത് ഇനി നമുക്കിതിനകത്ത് ബാക്കി പിന്നെ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് സോഡ ആഷ് 50 ഗ്രാം, സ്റ്റോൺ പൗഡർ 250 ഗ്രാം, അങ്ങനെ 300 ഗ്രാമിൻ്റെ പൊടിയാണ് നമ്മളിനി ഇടുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് ആണ് നമുക്ക് ഈ കിറ്റിനകത്ത് കിട്ടിയിരിക്കുന്നത്. ഇതുണ്ട്. ഇനി നമ്മളത് കുറേശ്ശെ അതിനകത്ത് ഇട്ട് കൊടുക്കും. ഇനി ഇതാണ്ട് അടുത്ത പൊടി. നേരത്തെ വാങ്ങുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ളതെല്ലാം കൂടെ സെപ്പറേറ്റ് കൊച്ചു കവറിലായിരുന്നു തരുന്നത്. ഇപ്പോഴാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കെട്ടി ഒരു പാക്കറ്റാക്കി വെക്കുന്നത്. അതാണ് നമുക്ക് ഇച്ചിരി എളുപ്പം. മറ്റേത് ഓരോ പാക്കറ്റും നമ്മൾ അഴിച്ചെടുക്കുന്നില്ല. നമ്മുടെ കയ്യിൽ കുഞ്ഞു പാക്കറ്റായിരിക്കും. ഞാനിപ്പം 10-15 വർഷം കൊണ്ട് നമ്മൾ തന്നെ സോപ്പ് ഉണ്ടാക്കുന്നതാണ്. ഒരു 2-3 ബാർ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്ന്, കവർ കിറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 വർഷത്തേക്കുള്ള, ഒരു 8 മാസത്തേക്കുള്ള സോപ്പ് കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും.
അന്നേരം കൂട്ടുകാരെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഒരു കിറ്റും കൂടെ ഇടുവാണ് ഞാൻ. കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണമേ. അന്നേരം ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അന്നേരം തന്നെ കിട്ടും. ഇത് കറക്റ്റായിട്ട് ഇനി ഇളക്കി പരുവത്തിനെടുക്കണം. അതുകൊണ്ട് നമ്മൾ ഇളക്കി എൻ്റെ പരുവം കണ്ടോ, പരുവം ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കൂട്ടുകാരെ, പാത്രം കഴുകാൻ വാഷിംഗ് സോപ്പായിട്ടും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഡിഷ് വാഷ് ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഡിഷ് വാഷ് ചെയ്യുമ്പോൾ നമുക്കത് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ കട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടോ ഇപ്പോൾ ഈ പരുവായിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ഇളക്കുന്നതിനകത്ത് ശ്രദ്ധിക്കണം. ആ പരുവം നമുക്ക് സോഡിയം സിലിക്കേറ്റ് ഒഴിച്ചു കൊടുക്കണം. ഇതിങ്ങനെ വീഴാൻ ഇത്തിരി പാടാണ് കണ്ടോ. നല്ല സോഡിയം സിലിക്കേറ്റ് ഒരുപാട് വെള്ളം ചേർക്കാത്തതാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം പോലെ ഇരിക്കത്തുള്ളൂ. ഈ 2 കുപ്പിയിലെ വ്യത്യാസം ഒന്ന് നോക്കണം കണ്ടോ. അതിലെ സോഡിയം സിലിക്കേറ്റ് നല്ല കട്ടിയായതാണ്. ഇതിനകത്ത് ഇച്ചിരി കൂടെ ലൂസ് ഉണ്ടായിരുന്നേ. അതുകൊണ്ട് അതിനകത്ത് അളവ് കുറവുണ്ടായിരുന്നു. പക്ഷേ വെയിറ്റ് രണ്ടും ഒരുപോലെ തന്നെ. ഇനി നമുക്ക് മണം ഒഴിക്കാവേ. 2-3 കുപ്പിയാണേ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കോരി ഒഴിക്കാം. എന്താ ഇതിലും നമുക്ക് എണ്ണ തൂക്കാവേ. വേണ്ട ഇങ്ങനെ നമുക്ക് ഇളകി വരാൻ പാടായിരിക്കും. എണ്ണ തൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങുമ്പോഴത്തേന് തട്ടിയിടുമ്പോഴത്തേന് ഇതിങ്ങനെ ഇളകി വരും. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ആദ്യമൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ കൊടുക്കത്തില്ല. നമ്മുടെ സ്വന്തം ആവശ്യത്തിനേ ഉള്ളൂ. കാരണം നമ്മൾ നല്ല പാം ഓയിലൊക്കെ ഒഴിച്ചിട്ട് ചെയ്തിട്ട് വേണ്ടിയിട്ട് ഇതുപോലൊരു സ്റ്റാൻഡ് അടിച്ച് കൂട്ടിയതാണ്. എല്ലാത്തിലും നമുക്ക് എണ്ണ തൂത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒഴിക്കാവേ. നമ്മളിപ്പം 3 പാത്രത്തിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം നാരങ്ങ നീര് ഞാൻ പിഴിഞ്ഞ് വെച്ചതാണ്. അത് ഒഴിച്ചതിന് ശേഷം ഡിഷ് വാഷിന് നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇനി നാരങ്ങ നീര് നമുക്ക് പാത്രം കഴുകുന്ന സോപ്പിന് എടുക്കുന്നതിന് ഒഴിക്കാനാണേ. അത് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഇളക്കി പാത്രം കഴുകുന്ന സോപ്പ് നമുക്കിതുപോലെ ഉപയോഗിച്ച് പാത്രങ്ങളിലൊക്കെ ആയിട്ട് ഒഴിക്കാം. നാരങ്ങ നീര് മസ്റ്റായിട്ട് അതിനകത്ത് ഒഴിക്കണം കേട്ടോ. ഇനി എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സോപ്പിൻ്റെ കനം 2.5 ഇഞ്ച് കനമാണ്. ഈ ഒരു കട്ടയുടെ കനമെന്ന് പറഞ്ഞാൽ 2 ഇഞ്ച് കനവും. അന്നേരം എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇത് നമ്മൾ സോപ്പിൻ്റെ നീളം വരുന്നത് 11.5 ഇഞ്ചാണ്. അന്നേരം
എല്ലാ ബാറും ഒരേ നീളമാണ് വന്നേക്കുന്നത്. അന്നേരം എല്ലാ കൂട്ടുകാരും ഒന്ന് ചെയ്ത് നോക്കുക. അന്നേരം നമുക്കിനി നമ്മൾ ഉപയോഗിക്കുന്ന പാം ഓയിലുണ്ട്, ആ പാം ഓയിൽ മതി. പാം ഓയിലാണ് നമ്മളിത് എടുത്തേക്കുന്നത്. അല്ലാത്ത ഓയിലൊന്നും എടുക്കരുത്. പാം ഓയിൽ തന്നെ നമ്മൾ സോപ്പിന് ഉപയോഗിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ടിയാവില്ല. ഈ തുണി കഴുകി കാണിക്കാമേ എങ്ങനെ ഉണ്ടെന്ന്. അതുണ്ടോ, ഇങ്ങനെ സോപ്പ് നമ്മുടെ ആവശ്യത്തിന് കട്ട് ചെയ്ത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ എടുക്കാം. ഇത്രയും കനമുള്ള സോപ്പാണ് നമുക്ക്. കാരണവശാലും നമുക്ക് ഇത്രയും കനമുള്ള സോപ്പ് നമുക്ക് വാങ്ങിക്കുമ്പോൾ ഒന്നും കിട്ടില്ല. കണ്ടോ, ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ തുണി കഴിയുമെന്ന് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ നമുക്കൊരു ഇന്ന് ഫുള്ള് നമുക്കിങ്ങനെ ഇളക്കി വെച്ചിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലുണക്ക് ഇത് ഫുള്ളേ ഉണങ്ങി, നല്ല ഉണങ്ങി ഇതുണ്ടോ. എന്നാലും ഒന്നും കൂടെ ഒന്ന് ഉണങ്ങിയിട്ട് നമ്മളൊരു കവറിനകത്ത് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിനകത്ത് നമുക്കിട്ട് കെട്ടി അങ്ങ് വെക്കുവാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഇതുപോലെ എടുത്താൽ മതി. ഇതുമേയുള്ള അനുസരിച്ച് ഇച്ചിരി അങ്ങ് മുറിച്ച് വെക്കണം. അതുണ്ടോ, നമ്മൾ സമയമുള്ള അനുസരിച്ച് കുറച്ച് ഒരു 1/4 ടിന്നിനകത്തോട്ട് മുറിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സോപ്പ് ഉണങ്ങത്തുമില്ല, കറക്റ്റ് പരുവത്തിലിരിക്കുകയും ചെയ്യുന്നുണ്ടോ. എല്ലാ കൂട്ടുകാരും ഒന്ന് ചെയ്യാൻ പരിശ്രമിക്കണേ. എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ വീഡിയോയിൽ ഇടണം, കമൻറ്റ് ബോക്സിൽ ഇടുക, ഷെയർ ചെയ്യണേ. മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ഇനി ഞാൻ തൻ്റെ തുണി കഴുകി കാണിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ക്യാമറയും ഒരു കൈ വെച്ചാണ് ഞാൻ കഴുകുന്നത്. എന്നിട്ട് പോലും നമ്മുടെ സോപ്പ് എന്ത് നോക്ക് പതയുണ്ടെന്ന് നോക്കി. അന്നേരം എല്ലാ കൂട്ടുകാരും കിറ്റ് വാങ്ങിക്കുക ചെയ്യുക. അന്നേരം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെയും ബായ്, അസ്സലാമു അലൈക്കും.